ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയുള്ളവരെ, അല്പസമയത്തേക്ക് മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ബൈബിളിലെ ചില വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുക. ആരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നില്ല. എന്നാൽ ഈ ലോകത്തെ തന്റെ സ്നേഹം കൊണ്ട് നേടിയ യേശുക്രിസ്തു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പസമയം തിരുവെഴുത്തുകളിൽ പറയുന്ന പ്രവചനങ്ങളൊക്കെയും നമ്മുടെ കൺമുൻപിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായത് ഇപ്രകാരമാണ്: നിങ്ങൾ എവിടെ പോയാലും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം എന്നുള്ള. കാരണം മനുഷ്യൻ ഒരുങ്ങി ഇരിക്കണം എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യനെ ഒരുങ്ങിയിരിക്കുവാനുള്ള സമയം അവന്റെ ആയുഷ്കാലമാണ്. ഒരു മനുഷ്യന്റെ ആയുസ് എത്ര കാലം നിലനിൽക്കും, അല്ലെങ്കിൽ അത് എത്രമാത്രമാണെന്ന് ആർക്കും തിരിച്ചറിയുവാൻ കഴിയുകയില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന എന്റെ ഫോട്ടോ ചിലപ്പോൾ നാളെ ഏതെങ്കിലും പത്രത്തിന്റെ ചരമകോളത്തിൽ കാണുന്നിരിക്കും. മനുഷ്യൻ എത്രയൊക്കെയേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ ഒരുങ്ങിയിരിക്കുക എന്ന് ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുക. ഇവിടെ നാം പഠിക്കും അതിന്റെ 7-ാം വാക്യം 18 മുതൽ നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇപ്രകാരം: മനുഷ്യൻ മനസ്സിലാകാതെ ഇതുവരെയും ജീവിച്ചിരുന്ന ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ എല്ലാം തിരിച്ചറിയുന്നവനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനാലാണ് ഇപ്രകാരം ഇവിടെ പറയുവാൻ കാരണമായിരിക്കുന്നത്. എന്നിൽ വസിക്കുന്ന എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അപ്പോൾ നമുക്കെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർക്ക് മനുഷ്യരെ സഹായിക്കണം എന്നുള്ള ചിന്ത എപ്പോഴുമുണ്ട്. അതെല്ലാവർക്കുമുണ്ട്. എല്ലാവരും അതിനാണ് ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും ജീവിതം നാം നയിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും വേണ്ടി ആയിരിക്കണം എന്റെ ജീവിതം എന്ന് ആഗ്രഹിക്കുമ്പോൾ നന്മ ചെയ്യുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമുക്കതിന് കഴിയുന്നില്ല. നാം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം തിന്മയായി തീരുന്നു എന്ന് ഇവിടെ അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അപ്പോൾ ഇതിന്റെ കാര്യം നമ്മുടെ ജഡം എപ്പോഴും
ഈ ലോകത്തിന്റെ മോഹങ്ങളെയൊക്കെയും ആകർഷിച്ച് ഈ ലോകമോഹത്തിൽപ്പെട്ട് ലോകത്തിന്റെ ഇഷ്ടപ്രകാരം നാം ജീവിക്കുമ്പോൾ നമുക്ക് നന്മ ചെയ്യുവാൻ കഴിയാതെ പോവുകയാണ്. കാരണം നമ്മുടെ ജഡം അതിന്റെ ഇഷ്ടത്തിനാണ് നമ്മെ നയിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിന് കാരണം. ബൈബിൾ പറയുന്നത് മനുഷ്യന്റെ ആത്മാവിൽ അടങ്ങിയിരിക്കുന്നതായ ദൈവവുമായിട്ടുള്ള വിരോധം, അല്ലെങ്കിൽ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ 19-ാം വാക്യം പറയുന്നത്, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇവിടെ നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എന്നുള്ളത്. എപ്പോഴും നമ്മുടെ ജഡം ദൈവത്തിന് വിരോധമായിട്ടുള്ള ചിന്തകളും അതിൻ പ്രകാരമുള്ള പ്രവൃത്തികളുമാണ് എന്ന് തിരുവെഴുത്ത് ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവും അപ്രകാരം തന്നെ വിഷലിപ്തമാണ്, അത് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അതിനാണ് പ്രിയമുള്ളവരെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം എന്ന് പറയുവാൻ കാരണമാണ്. കാരണം ദൈവരാജ്യത്തിലേക്ക് ഒരു മനുഷ്യനും, അശുദ്ധിയുള്ള ഒരു മനുഷ്യനും പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവർ അശുദ്ധരായി ജീവിക്കുന്നു. ആ അശുദ്ധിയെ നീക്കി നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. ആ ദൈവം നമുക്ക് ഈ ലോകത്തെ കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് ഒരു നല്ല ജീവിതം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആ നല്ല ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നാം വിശുദ്ധരായിരിക്കണം. വിശുദ്ധി നമ്മുടെ ആത്മാവിനുണ്ടായിരിക്കണം. നമ്മുടെ ആത്മാവ് വിശുദ്ധമാകുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ നാം അവനോട് കൂടെ ചേർക്കപ്പെടും എന്ന് തിരുവെഴുത്ത് ബോധ്യമാക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ജഡം ഈ ഭൂമിയിൽ ലയിച്ച് ഇവിടെ മണ്ണായി പോകും. മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് പിന്തിരിയുന്നു എന്ന് പറയുന്ന അതേ കാര്യം ഈ ജഡം പാപമംഗിലമാണ്. അതിനാൽ ആ ജഡം ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ദിവസം സകല മനുഷ്യനുമുണ്ടാകും. അതിനുശേഷം നമ്മുടെ ആത്മാവാണ് ജീവനോടെ ഇരിക്കുന്നത്. ആ ആത്മാവ് ദൈവമൊരുക്കിയിരിക്കുന്നതായ സ്വർഗീയ ഭവനത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആ ആത്മാവ് വിശുദ്ധമായിരിക്കണം. ആ ആത്മാവ് മരിക്കുകയില്ല. ആ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കൽ നിൽക്കേണ്ടതുണ്ട്. ആ ദിവസം വരുമ്പോൾ അത് അവസാനമില്ലാത്ത നാളാണ്. അവിടെ നാം ദൈവത്തോടു കൂടെ വസിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നാം ജീവിച്ചിരിക്കുമ്പോൾ മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരത്തിനു വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് നാം ജീവിച്ചിരിക്കുമ്പോൾ നാം ഏറ്റവും സുരക്ഷിതമായി ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് സകല മനുഷ്യരും. എന്നാൽ എല്ലാവർക്കും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്താണ് സുരക്ഷിതമായിട്ടുള്ള ജീവിതം? എന്റെ കയ്യിൽ ധാരാളം ധനമുണ്ട്, പക്ഷേ എനിക്ക് മനസ്സിന് സമാധാനമില്ല. ഞാൻ രോഗത്താൽ ഭാരപ്പെടുകയാണ്, വൈദ്യശാസ്ത്രം എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്റെ വളരെ വലിയ സമ്പത്ത്, അതെനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അനുഭവിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. എവിടെയാണ് സമാധാനം? അപ്പോൾ അല്പധനത്തോടു കൂടിയുള്ള മനുഷ്യന്റെ ഏറ്റവും സമാധാനപൂർണമായ ജീവിതമാണ്
ഏറ്റവും വലുത്. അത് നമുക്കിവിടെ ലഭിക്കുകയില്ല. കാരണം ഈ ലോകം അപ്രകാരമാണ്. ലോകം നമ്മളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ ലോകത്തിന്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് നാം എപ്പോഴും എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം, മുമ്പോട്ട് ജീവിക്കുവാൻ കഴിയുന്നില്ല. അതിനുള്ള പുതുവഴികളെ ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അപ്രകാരമല്ല. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് നേടുവാനുള്ള ഏറ്റവും വലിയ സമ്പത്താണ് വരുവാനിരിക്കുന്നതും യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്നതുമായ നിത്യഭവനം. ഇവിടെ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നീ ഒരു ചെറിയ കാലഘട്ടം വളരെ കഷ്ടതകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും അനുഭവിച്ച് ജീവിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നൊടി നേരത്തേക്കുള്ള കഷ്ടം സാരമില്ല, എന്നാൽ ഈ കഷ്ടം നീ സഹിക്കുന്നുവെങ്കിൽ, ദൈവം നിന്നോട് കൂടെ വസിക്കുന്നുവെങ്കിൽ ഈ കഷ്ടം സാരമില്ല എന്ന് നീ എണ്ണുമ്പോൾ നിനക്ക് ഒരുക്കിയിരിക്കുന്നതായ നിത്യതയിൽ അവസാനമില്ലാത്ത സമാധാനം, സന്തോഷം അത് ദൈവത്തോടു കൂടെ നീ അനുഭവിക്കും എന്നാണ് തിരുവെഴുത്ത് ബോധ്യപ്പെടുത്തുന്നത്. അതാണ് ഇവിടെ പറയുവാൻ ഇടയായിത്തീർന്നത്. ഇവിടെ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്ന് ഇവിടെ ബോധ്യപ്പെടുകയാണ്. നമ്മളിൽ പാപം വസിക്കുന്നത് കാരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത അവസ്ഥകൾ വരുന്നത്, മനഭാരങ്ങൾ ഉണ്ടാകുന്നത്, വലിയ പ്രതികൂലങ്ങൾ നമ്മളെ നേരിടുമ്പോൾ നാം പരാജയപ്പെട്ടു പോകുന്നത്. ഇതിനൊക്കെയും കാരണം നമ്മളിൽ വസിക്കുന്ന പാപം തന്നെയാണ്. ബൈബിളിൽ ഇപ്രകാരം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശുവിനെ പരീക്ഷകൻ വിളിച്ചുകൊണ്ട് മലയുടെ മുകളിൽ കയറി നിന്നിട്ട് പറഞ്ഞു, സർവ്വലോകവും എന്റേതാണ്, ഈ ലോകത്തിന്റെ മഹത്വം മുഴുവൻ എന്റേതാണ്. പക്ഷെ നീ എന്നെ ഒന്ന് കുനിഞ്ഞ് നമസ്കരിച്ചെന്നാൽ ലോകത്തിന്റെ മഹത്വം മുഴുവൻ ഞാൻ നിനക്ക് നൽകാമെന്ന്. എന്തിനാണ് ലോകത്തിന്റെ മഹത്വം? നല്ല സ്നേഹം, സമാധാനം, സന്തോഷത്തോടെ കൂടിയുള്ള ജീവിതം, ദൈവത്തിൽ ആശ്രയിച്ച് നാം കടന്നു പോകുന്ന അവസ്ഥയ്ക്കാണ് സമാധാനമെന്നും സന്തോഷമെന്നും ബൈബിൾ പറയുന്നത്. അതാണ് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും എനിക്കതിന് കഴിയുന്നില്ല. അപ്രകാരമല്ല, നമുക്ക് നന്മ ചെയ്യണം. നന്മ ചെയ്ത് നാം ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കണമെങ്കിൽ നാം ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അതാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും യേശുവിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടതെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു എന്നും യേശു കർത്താവ് മാനമേഘങ്ങളിൽ മാലാഖമാരോടുകൂടെ കാഹളധ്വനിയോടുകൂടെ പ്രത്യക്ഷപ്പെടുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ച സകല വൃദ്ധന്മാരും അവനോടുകൂടെ എത്തിച്ചേരും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും അവനോടുകൂടെ എത്തിച്ചേരുമെന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തും. നമുക്കൊരു ജീവിതമുണ്ട്, ഇവിടെ കൊണ്ട് നാം അവസാനിക്കുന്നില്ല എന്ന് യേശു ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. യേശു മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പോയതുപോലെ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവിലാണെങ്കിൽ യേശു കർത്താവിന്റെ 2-ാമത്തെ വരവിൽ നാം അവനോട് കൂടെ എടുക്കപ്പെടും. ഇന്നിപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നതായ യുദ്ധം ബൈബിളിൽ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുമെന്ന്, ശൂന്യമാകുമെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ സകലതും ഇവിടെ നടക്കും, സംഭവിക്കും എന്ന് തിരുവചനം ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് നേടുവാനുള്ളത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ പാപവും അതുപോലെ തന്നെ കോപവും സകലതും ഉപേക്ഷിക്കുവാനുള്ള പരിശുദ്ധാത്മാവിനെ യേശു നമുക്ക് പകർന്നു തരും. അതിനാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്.
യേശുവിനെ രക്ഷകനും കർത്താവുമായി വിശുദ്ധ ജീവിതം നയിക്കുന്ന ഓരോ മനുഷ്യന്റെ മേലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങും. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മെ ഒരിക്കലും പാപസംബന്ധമായി മരിക്കുവാൻ അനുവദിക്കുകയില്ല. എന്നാൽ നമ്മളോ ദൈവത്തെ വിശ്വസിച്ചതിനാൽ ഈ ലോകത്ത് നീതീകരിക്കപ്പെട്ടവരായി, നീതിമാന്മാരായി, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവരായി തീരുകയും ചെയ്യും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ അല്പസമയം മാത്രമേ നമുക്കുള്ളൂ. അത് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിനെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുക എന്ന് മാത്രമാണ് അപേക്ഷിക്കുവാനുള്ളത്. അതൊരിക്കലും നമുക്ക് ചള്ളായി തീരുകയില്ല. അത് നമ്മൾക്ക് വലിയ അനുഗ്രഹം തന്നെ ആയിത്തീരും. നാം ഏതെങ്കിലും ബാങ്കിൽ നമ്മുടെ സമ്പത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നുവെങ്കിൽ ആ ബാങ്കിലെ ആ സമ്പത്തിലായിരിക്കും നമ്മുടെ ഹൃദയം. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ ദൈവമായിരിക്കും നമുക്ക് സമ്പത്തും ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതുമായ ആ നല്ല ജീവിതം നമുക്ക് ലഭിക്കും. ആയതിനാൽ ഈ സ്ഥലത്തുള്ള എല്ലാ മനുഷ്യരെയും എല്ലാ വിഭാഗത്തും ജോലി ചെയ്യുന്നവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ബിസിനസ്സുകാരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു.